ഒരു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷവും കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത്. വന്ധ്യത പലതരത്തിലുണ്ട്. സ്ത്രീകളുടെ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വന്ധ്യത, പുരുഷന്മാരുടെ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വന്ധ്യത, സ്ത്രീയുടെയും പുരുഷന്റെയും കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നത്, അതുപോലെ തന്നെ അൺനോൺ റീസൺ. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് വന്ധ്യത ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വന്ധ്യത രണ്ട് തരത്തിലുണ്ട്. പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്നും സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്നും നമ്മൾ പറയുന്നു. ഈ ഒരു വർഷത്തിന് ശേഷവും ഒരു പ്രഗ്നൻസിയും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് മുൻപൊരു ഗർഭധാരണം ഉണ്ടായിട്ടുണ്ട്, എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഒരു കുട്ടി ഉണ്ടാവുന്നതിനോ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി ലോസ് വന്നതിന് ശേഷമോ കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും സ്ത്രീ വന്ധ്യത വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഗൈനക്കോളജി ക്ലിനിക്കുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ധ്യതയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് സ്ത്രീ കാരണങ്ങൾ കൊണ്ടാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സ്ത്രീയിലെ വന്ധ്യതയ്ക്കുള്ള കാരണങ്ങൾ പലവിധമാണ്. അത് ഒവേറിയൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അണ്ഡം ഉൽപാദനത്തിൽ വരുന്ന തടസ്സങ്ങൾ, അണ്ഡത്തിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന പ്രശ്നങ്ങൾ, അണ്ഡത്തിൻ്റെ എണ്ണത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ പ്രധാനമായിട്ടും AMH എന്ന് പറയുന്ന ആൻറ്റി മുള്ളോറിയൻ ഹോർമോണിൻ്റെ കുറവുകൾ കൊണ്ടും ഹോർമോൺസിൻ്റെ പ്രവർത്തനത്തിലുള്ള എന്തെങ്കിലും തകരാറുകൾ മൂലവും ഒക്കെയാണ് ഇത്തരത്തിലുള്ള അണ്ഡവുമായി ബന്ധപ്പെട്ട് ഉൽപാദനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതുതന്നെയാണ് പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നതിന്. അതിനെ നമ്മൾ ഒവേറിയൻ ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. രണ്ടാമത് വരുമ്പോൾ ട്യൂബൽ ഫാക്ടേഴ്സ് ആണ്. ട്യൂബൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഓവറീസിനെയും അണ്ഡാശയത്തെയും ഗർഭപാത്രയും തമ്മിൽ ബന്ധിക്കുന്ന രണ്ട് ട്യൂബ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ഈ ട്യൂബ്സിന് എന്തെങ്കിലും ബ്ലോക്ക് വരുന്നത്, അതായത് അണ്ഡാശയത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന അണ്ഡം ഈ ഫെലോപ്പിയൻ ട്യൂബ് വഴിയാണ് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നതും അവിടെ വെച്ചാണ് അത് സ്പേമിൻ്റെ കൂടെ ഫെർട്ടിലൈസ് ചെയ്ത് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ഓവം ഉണ്ടാവുന്നതും അങ്ങനെയാണ്. ഈ വഴിയിലുള്ള എവിടെയെങ്കിലും ഒരു തടസ്സം, അതായത് ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ ഒട്ടിപ്പിടിപ്പ്, അഡ്ഹഷൻസ് എന്നൊക്കെ നമ്മൾ പറയും, ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ഗർഭധാനത്തിന് ഈ ഒരു ട്യൂബൽ ബ്ലോക്ക് തടസ്സമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ട്യൂബൽ ബ്ലോക്ക് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഇതിനുശേഷം വരുന്നത് എൻഡോമെട്രിയൽ അല്ലെങ്കിൽ യൂട്രൈൻ ഫാക്ടേഴ്സ് ആണ്. എൻഡോമെട്രിയം കൃത്യമായിട്ടുള്ള കട്ടിയില്ലാണ്ടിരിക്കുക, അതുപോലെ തന്നെ യൂട്രസുമായി ബന്ധപ്പെട്ടിട്ട് ഫൈബ്രോയിഡോ, അതുപോലെ തന്നെ ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമോ ഇതൊക്കെ ഉണ്ടാവുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ വരുന്ന ഒരവസ്ഥയിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കൺസെപ്ഷൻ നമുക്ക് സാധ്യമല്ലാതെ വരുന്നത്. അതൊക്കെയാണ് യൂട്രൈൻ അല്ലെങ്കിൽ എൻഡോമെട്രിയൽ കോസസ് എന്ന് പറയുന്നത്. ഈ കാരണങ്ങളുടെ ഒക്കെ ഒരു കമ്പൈൻഷിപ്പ് ആയിരിക്കും ചിലപ്പോൾ. ചില വന്ധ്യത എന്ന് പറയുന്നത് PCOD നമ്മളെല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. അണ്ഡാശയത്തിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കുമിളകൾ വരിക, ഈ കുമിളകൾ വരുന്ന വഴി കൃത്യമായിട്ടുള്ള അണ്ഡോൽപാദനം നടക്കാതെ വരിക, ആ അണ്ഡോൽപാദനം കൃത്യമായിട്ട് നടക്കാതെ വരുന്നത് കൊണ്ട് തന്നെ മെൻസ്റ്റുറേഷൻ, അതായത് മാസമുറയിൽ താളതെറ്റലുകൾ ഉണ്ടാവുക, ഇറഗുലർ മെൻസ്റ്റുറേഷൻസ് ഉണ്ടാവുക എന്നുള്ള ഈ അവസ്ഥയിലൊക്കെ നമ്മൾ എത്തിപ്പെടുന്നതും ഈ PCOD തന്നെ ഒരു വന്ധ്യതയിലേക്കുള്ള ഒരു കാരണമാവുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പലപ്പോഴും വന്ധ്യതാ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്ത്രീകളെ നമ്മൾ ഒരു ഡയഗ്നോസിസിലേക്കൊക്കെ വിട്ടുമ്പോൾ USG പോലെയുള്ള സ്കാനിങ് പ്രക്രിയകളിലേക്കും അതുപോലെ ട്യൂബൽ ബ്ലോക്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് HSG പോലെയുള്ള ചികിത്സ അല്ലെങ്കിൽ ടെസ്റ്റുകളിലേക്കും വിട്ടിട്ട് നമ്മളിതിനെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വന്ധ്യത ഉണ്ടാവുന്നത് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് ഇനീഷ്യലായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇത്തരത്തിലുള്ള അവസ്ഥകൾ അണ്ഡോൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടാണോ, അതോ ട്യൂബൽ ബ്ലോക്ക് കൊണ്ടാണോ, അതോ യൂട്രൈൻ ഫാക്ടേഴ്സ് കൊണ്ടാണോ, ഹോർമോണൽ ഫാക്ടേഴ്സ് തൈറോയിഡും അതിൽ ഉൾപ്പെടുന്നതാണ് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് വന്ധ്യത ഉണ്ടായത് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം സമഗ്രമായ ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ നമ്മൾ അവിടെ കൊടുക്കേണ്ടതാണ്. സ്ത്രീ വന്ധ്യതാ ചികിത്സയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ചികിത്സാ ക്രമമാണ് ഉത്തരവസ്തി ചികിത്സ എന്ന് പറയുന്നത്. എന്താണ് ഉത്തരവസ്തി? ഗർഭാശയത്തിൻ്റെ ഉള്ളിലേക്ക് ഔഷധങ്ങളെ കടത്തിവിടുന്ന ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ ഉത്തരവസ്തി എന്ന് പറയുന്നത്. പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്, അതായത് ആയുർവേദത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതിയായ പഞ്ചകർമ്മവും അതോടൊപ്പം തന്നെ ഉത്തരവസ്തിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ചികിത്സാ മെത്തേഡാണ് നമ്മൾ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ച് വരുന്നത്. അണ്ഡോൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു അണ്ഡം ഉണ്ടാവുന്നതിനും അണ്ഡത്തിലുള്ള അണ്ഡങ്ങളുടെ എണ്ണ വർദ്ധിപ്പിക്കുന്നതിലും ലോ AMH പോലെയുള്ള അവസ്ഥകളിൽ ആ AMHൻ്റെ ലെവൽ വെച്ചിട്ട് തന്നെ ഉണ്ടാവുന്ന ഓവത്തിൽ ക്വാളിറ്റി
ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഉത്തരവസ്തു ചികിത്സാക്രമം വളരെയധികം പ്രയോജനമായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻസ് ഫെയിലിയർ നടക്കുന്നു. യൂട്രസിന്റെ ഉള്ളിലെ അവസ്ഥ മൂലം ചിലപ്പോൾ ഫൈബ്രോയിഡ് കാരണമായിരിക്കാം, എൻഡോമെട്രോസിസ് പറഞ്ഞുള്ള അസുഖമുണ്ടാകും. ഈ രണ്ടിനെ ശമിപ്പിക്കുന്നതിനും അതിനോടൊപ്പം തന്നെ യൂട്രസിൽ കൃത്യമായിട്ടുള്ള ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രാധാന്യം കൂടെ ഉത്തരവസ്തു ചികിത്സയ്ക്ക് ഉണ്ട്. അപ്പോൾ ഈ ഉത്തരവസ്തു ചികിത്സ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്കൊരു ശമനം ഉണ്ടാവുകയും ക്വാളിറ്റി ആയിട്ടുള്ള അണ്ടം ഉണ്ടാവുകയും അതിൻ്റെ ഇംപ്ലാന്റേഷൻ കറക്റ്റായിട്ട് നടന്ന് നല്ലൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഗർഭധാരണത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനും സാധിക്കുന്നുണ്ട്. ഇനി ഹോർമോൺ ഇഷ്യൂസ് ആയിട്ടുള്ള PCOD ആണെങ്കിലും എൻഡോമെട്രിയോസിസ് പോലെയുള്ള അസുഖങ്ങളിലൊക്കെ ആണെങ്കിലും ഉത്തരവസ്ഥയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള രോഗനിർണയവും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ആയുർവേദ ചികിത്സയും ഈ വന്ധ്യതയുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ്.